ഭരണഘടനയിൽ എന്താണ് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. ഭരണഘടനയിൽ വ്യക്തമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നില്ല. അതേസമയം ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ വ്യക്തമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന അവകാശം? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എ, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ബി, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് സി എന്നിവയിലൂടെയാണ് ഭരണഘടനയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എയില് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ബിയിൽ പറയുന്നത് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് പീസ്ഫുള്ളി വിത്തൗട്ട് യൂസിങ് ആംസ്. ദറ്റ് ഈസ് ആയുധങ്ങൾ ഉപയോഗിക്കാണ്ട് സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ബിയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് സിയിൽ പറയുന്നത് റൈറ്റ് ടു ഫോം അസോസിയേഷൻ ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് യൂണിയൻ. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പറ്റിയുള്ള ആർട്ടിക്കിൾസ്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 163 പ്രകാരം, BNA സെക്ഷൻ 163 പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളെ അധികാരപ്പെടുത്തുന്നു. നിയമവിരുദ്ധമായ കൂടിച്ചേരൽ, പബ്ലിക് ഗാദറിംഗ്, ഘോഷയാത്ര എന്നിവയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ BNA സെക്ഷൻ 163 അധികാരം നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി? റയോട്ട്, വയലൻസ്, അത് പബ്ലിക് സേഫ്റ്റി എന്നിവയ്ക്കൊക്കെ ത്രെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ BNA സെക്ഷൻ 163 അധികാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാലീസ് നടത്താനോ പ്രൊട്ടസ്റ്റ് ചെയ്യാനോ, ദാറ്റ് ഈസ് പബ്ലിക് പ്ലേസിൽ ലൗഡ് സ്പീക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനോ പോലീസിന്റെ മുൻകൂട്ടി അനുമതികൾ വേണം. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ഡെസിഗ്നേറ്റഡ് സൈറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മൾ നീറ്റ്, CJP പ്രൊട്ടസ്റ്റ്, ജനതാ മന്ദിർ, അതുപോലെ രാമലീല മൈതാൻ, ഇതൊക്കെ ഡൽഹിയിലാണ്. അതുപോലെ മുംബൈയിലും ഡെസിഗ്നേറ്റഡ് സൈറ്റ് ഉണ്ട്, ആസാദ് മൈതാൻ. ഇനി എന്താണ് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പറ്റിയുള്ള സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ് നമുക്ക് നോക്കാം. ഹിമ്മത്ലാൽ കെ ഷാ വേഴ്സസ് കമ്മീഷണർ ഓഫ് പോലീസിൽ സുപ്രീം കോടതി പറഞ്ഞു പ്രതിഷേധിക്കാനുള്ള അവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുപോലെ വേറൊരു ജഡ്ജ്മെന്റ് ആണ് മസദൂർ കിസാൻ ശക്തി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞു ദാറ്റ് ഈസ് പ്രതിഷേധം റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാം, പക്ഷെ അത് പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ജഡ്ജ്മെന്റ്സ്, പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ചുറ്റിപ്പറ്റിയുള്ള ജഡ്ജ്മെന്റ്സ്. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നാന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.